ഹലോ ആൾ, അസ്സലാമു അലൈക്കും. പരിശുദ്ധ ഭൂമിയായിട്ടുള്ള പുണ്യ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ സിയാർത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. മസ്ജിദുൽ ഹറമിലെ ഉംറ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു സിയാർത്ത് ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. നമ്പർ 2 എന്ന് പറയുന്നത് അറഫയാണ്. അറഫ ഭൂമിയിലേക്കാണ് ഈ ഒരു യാത്ര. അപ്പോൾ ഈ കാണുന്നതെല്ലാം അറഫയുടെ ഭൂമിയാണ്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും അറഫ സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ എന്ന് സൈഡിൽ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നടന്ന് അറഫ ഭൂമിയിലേക്ക് ഹജ്ജ് ചെയ്യാൻ പോകുന്നവരുണ്ട്. നബിതങ്ങളും സഹാബാക്കളൊക്കെ നടന്നാണ് ഈ ഒരു ഭൂമിയിലൂടെ അറഫ ഭൂമിയിലെത്തിയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു യെല്ലോ കളർ ബോർഡ് ശ്രദ്ധിച്ചാൽ അറിയാം, അറഫ സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് അറഫ സംഗമം നടക്കുന്നത് ഹജ്ജിൻ്റെ സമയത്ത്. ഈ കാണുന്നതാണ് മൗണ്ട് അറഫ അല്ലെങ്കിൽ മൗണ്ട് റഹ്മ എന്നൊക്കെ പറയുന്നത്. അതായത് റഹ്മത്തിൻ്റെ മലയാണിത്. ഈ മലയുടെ മുകളിൽ വെച്ചിട്ടാണ് ആദം നബിയും ഹവ്വ ബീവിയും ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെയാണ് അറഫ സംഗമം നടക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങൽ പ്രസംഗം നടത്തിയതും ഈ ഒരു സ്ഥലത്താണ്. ഈ കാണുന്നതെല്ലാം അറഫയുടെ ഭൂമിയാണ്, അറഫ ഏരിയ ആണ്. പിന്നെ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അത് ഈ ഒരു ഹജ്ജിൻ്റെ സമയത്ത് മാത്രം, ആ ഒരു അറഫ ദിനത്തിൽ മാത്രം വർക്ക് ചെയ്യുന്നൊരു ഹോസ്പിറ്റലാണിത്. അപ്പോൾ ഇതെല്ലാം അറഫയുടെ സ്ഥലമാണ്. ഇവിടെ എല്ലാം അവർ ടെൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് അറഫാത്ത് ഹെൻസിയർ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് അറഫയുടെ ആ ഒരു സ്ഥലം ലാസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഈ കാണുന്നതെല്ലാം മക്കയിലെ മലകളാണ്. ഒരുപാട് മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് മക്കയും മദീനയും. ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് മിനയിലോട്ടും മുസ്ദലിഫയിലോട്ടുമാണ്. അപ്പോൾ ഇതെല്ലാം അറഫയുടെ ഏരിയ തന്നെയാണ്. നമ്മളൊന്ന് ജസ്റ്റ് യൂ ടേൺ എടുത്തതാണ്. ഇവിടെയാണ് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്നത്. അതായത് ഹജ്ജിൻ്റെ സമയത്ത് എയർ ആംബുലൻസ് പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ ഈ നിർത്തിയിട്ടിരിക്കുന്ന ഈ ഒരു ഹെലികോപ്റ്ററൊക്കെ എയർ ആംബുലൻസ് ആയിട്ട്, അതായത് ഹജ്ജിൻ്റെ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പ്രവർത്തിക്കുന്ന ഹെലികോപ്റ്ററുകളാണ്. ഇവിടെ നമുക്കൊരു പള്ളിയും കാണാം. മുമ്പ് കാലങ്ങളിൽ കാൽനട വഴിയായിരുന്നു ഹജ്ജ് നിർവഹിച്ചിരുന്നത്. പരിശുദ്ധ ഭൂമിയായ ഈ മക്കയിലെ ഓരോ മരങ്ങൾക്കും ഓരോ മലകൾക്കും ഓരോരോ ചരിത്രങ്ങളുണ്ട്. ഈ കാണുന്ന മതിൽക്കെട്ടുകൾ കണ്ടോ, ഇതാണ് ദർബ് സുബൈദ. അതായത് ബഗ്ദാദിൻ്റെ രാജാവായിരുന്ന ഹാറൂനുൽ റഷീദിൻ്റെ പത്നിയായിരുന്ന സുബൈദ ബീവിയുടെ ഒരു കുടിവെള്ള പദ്ധതിയാണിത്. ബഗ്ദാദിൽ നിന്നും വന്നിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതിയാണിത്. ഇതിനെ ദർബ് സുബൈദ എന്നാണ് അറിയപ്പെടുന്നത്. ഇറാഖിലെ ബഗ്ദാദിൽ നിന്നും മക്കയിലേക്കും മദീനയിലേക്കും ഒരുപാട് കുടിവെള്ള പദ്ധതി ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു സുബൈദ ബീവി. അതിൻ്റെ ഒരു സ്മാരകമാണ് ഇവിടെ കാണുന്നത്. ഇത് മുസ്ദലിഫയിലെ ഒരു പള്ളിയാണ്. ഈ പള്ളിയിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഹജ്ജിൻ്റെ സമയത്ത്. തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകളും അതുപോലെ കുത്തുബയൊക്കെ നടത്തിയിരുന്ന ഒരു പള്ളിയാണിത്. ഇനി അങ്ങോട്ട് നമ്മൾ പ്രവേശിക്കുന്നത് മുസ്ദലിഫയിലോട്ടാണ്. ഈ കാണുന്നതെല്ലാം മീനയിലെ ടെൻറ്റുകളാണ്. അതായത് ഹജ്ജിൻ്റെ സമയത്തുള്ള മിനയിലെ രാപ്പാർക്കൽ ഇവിടെയാണ് നടക്കുന്നത്. ഏകദേശം 100,000-ഓളം ടെൻറ്റുകളുണ്ട്. അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടെൻറ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഈ ഒരു മിന. ഹജ്ജിൻ്റെ സമയത്ത് ഏകദേശം 30,000,000-ഓളം ആളുകൾ വന്നിട്ട് പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മിന. ഈ കാണുന്നതെല്ലാം അവിടുത്തെ ടെൻറ്റുകളാണ്. ആയിരക്കണക്കിന് ടെൻറ്റുകളുണ്ട്. ഹജ്ജിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു മിനയിലാണ് ഹജ്ജ് തീർത്ഥാടകർ. ഇനി മുകളിൽ കാണുന്നത് ഒരു പാലസാണ്. ഇവിടുത്തെ സൗദി രാജകുടുംബത്തിൻ്റെ ഒരു പാലസാണ് ഈ ഒരു മലമുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് മിനയിൽ തന്നെയാണ്.
ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഹജ്ജ് കർമ്മത്തിൻ്റെ പുണ്യഭൂമിയാണിത്. ഈ കാണുന്ന കുന്ന് കണ്ടോ, ഈ കാണുന്ന കുന്നിൻ്റെ മുകളിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം ആടുമായിട്ട് ഇറങ്ങി വന്നത്. അതായത് ഇസ്മായിൽ നബിയെ അക്കീക്കത്ത് ഇറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മലമുകളിലോട്ടാണ് ഇബ്രാഹിം നബി കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഈ കുന്നിൻ്റെ മുകളിലാണ് ജിബ്രീൽ ഇറങ്ങി വന്നത് ആടുമായിട്ട്. അതിൻ്റെ ഒരു അടയാളം അവിടെ വെച്ചിട്ടുണ്ട് അവർ. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറിലൊരു സ്തൂപം കാണാൻ പറ്റും. അതാണ് അടയാളം. അങ്ങോട്ടും നമുക്ക് എൻട്രി ഇല്ല. അത് കാരണമാണ് റോഡ് സൈഡിൽ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഈ കാണുന്നതെല്ലാം മിനയാണ്. മിനയിലെ ടെൻറ്റുകളാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. ഈ ഒരു മുകളിൽ നിന്ന് നോക്കിയാലുള്ളൊരു കാഴ്ചയാണ്. ഒരു താഴ്വാരം തന്നെയാണ്, മിന താഴ്വാരം തന്നെയാണ്. അടുത്തത് നമ്മൾ ജംറയിലോട്ടാണ് യാത്ര പോകുന്നത്. ഈ കാണുന്നത് ജംറയിൽ കല്ലേറ് എന്ന് പറയുന്ന ആ ഒരു ഹജ്ജിൻ്റെ സമയത്ത് നടക്കുന്ന ഒരു പുണ്യകർമ്മം നടക്കുന്ന സ്ഥലമാണ്. ഏകദേശം ഈ കാണുന്ന ഈ ഒരു കൂടാരം പോലെ കാണുന്നുണ്ടല്ലോ, ഇവിടെയാണ് ജംറയിലെ കല്ലേറ്. ഏകദേശം 3 സ്തൂപങ്ങളുണ്ട് ഇതുപോലെ. ഇനി അടുത്തത് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ജബലന്നൂർ മലയിലേക്കാണ്. ജബലന്നൂർ മലയിലാണ് ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു മഗ്‌രിബിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് ഹിറ ഗുഹയിലേക്ക് കയറാൻ പറ്റിയില്ല. കുറച്ച് റിസ്കിയാണ്, കുറച്ച് അഡ്വഞ്ചറസും കൂടിയാണ്. കാണുന്നതാണ് ജന്നത്തുൽ മുഅല്ല ഖബർസ്ഥാനം, അതായത് ജന്നത്തുൽ മുഅല്ല സെമിത്തേരി. ഇതാണ് മസ്ജിദുൽ ജിന്ന് മോസ്ക് എന്നറിയപ്പെടുന്ന മസ്ജിദുൽ ജിന്നാണിത്. ജിന്നുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിരുന്ന സ്ഥലമായിരുന്നു ഇത്. ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ ഷജറ, അതായത് ഷജറ. നബിതങ്ങൾ വിളിച്ചപ്പോൾ ഒരു മരം നടന്നു വന്നൊരു സ്ഥലമാണിത്. ഇത് നമ്മുടെ മസ്ജിദുൽ ഹറമിൻ്റെ ഒരു 600 മീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഈ ഒരു 2 പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു 2 പള്ളിയും, മസ്ജിദുൽ ജിന്നും അതുപോലെ മസ്ജിദുൽ ഷജറയും. ഈ കാണുന്നതൊക്കെ ജന്നത്തുൽ മുഅല്ലൻ്റെ ഭാഗമാണ്. മക്കയുടെ ഹറമിൻ്റെ പിൻവശത്തായിട്ടാണ് ഇത് വരുന്നത്, അതായത് മക്കയിലെ ഖബർസ്ഥാനം. അൽഹംദുലില്ലാ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ സിയാറത്ത് ചെയ്യാൻ പറ്റി മക്കയിലെ. ഇതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതുപോലെ ഇവിടെ വന്നിട്ട് സിയാറത്ത് ചെയ്യാൻ കഴിയട്ടെ. ഉംറയും ഹജ്ജും എല്ലാം കർമ്മങ്ങളെല്ലാം നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.